ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടൂരേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പലർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ്, എങ്കിലും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ട് അടച്ചു വെക്കുക. ആ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നല്ലതുപോലെ പൊങ്ങി നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിനി വേണ്ടത് ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മാവെടുത്ത് കൊടുക്കുക. അപ്പോൾ 250 ml ആണ് കേട്ടോ 1 കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിതാ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കിതാ ഈ ഒരു പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരല്പം ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പാല് മാത്രം മതിയാകാതെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ അത്ര തന്നെ മതിയാകും. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് സമയം നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഒരു 3-4 മിനിറ്റ് അത്ര തന്നെ മതി, അതിൽ കൂടുതൽ വേണ്ട. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല ടൈറ്റായിട്ടൊരു പാത്രം വെച്ചിട്ടോ ഒക്കെ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ സമയം. അപ്പോൾ ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മണിക്കൂർ സമയമൊക്കെ എടുക്കും ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നാട്ടിലത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ടാണെങ്കിൽ 2 മണിക്കൂർ സമയം തന്നെ ധാരാളമായിട്ട് മതിയാകും. അപ്പം എന്തായാലും ഇതുപോലെ നമ്മളൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3.25 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരുപാട് സമയമായിട്ടൊന്നും കുഴയ്ക്കേണ്ട. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നാക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സൈസിൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ട് 4 ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നമുക്കൊരു 4 ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും വളരെ കുറച്ച് പൊടി, 1 ടീസ്പൂൺ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു റോളിംഗ് പിൻ ഉപയോഗിച്ച് നല്ലതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തീരെ അങ്ങ് നൈസായിട്ട് പരത്താൻ പാടില്ല. എന്നാൽ ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദ ആയതുകൊണ്ട് ഇത് നല്ലതുപോലെ ഇതങ്ങ് വലിഞ്ഞു വരും. അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊരു ബ്രെഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു ബട്ടൂരയ്ക്ക് വരുന്നത്. അപ്പോൾ ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് നടുക്കുമെന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പിച്ചാത്തി വെച്ചിട്ടല്ലേ നമ്മുടെ പിസ്സ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും സ്പീഡിൽ നടക്കും. അതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഓരോ നമ്മൾ നല്ല ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂരി പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ഇതിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും മതി. ഇനി നല്ല ചൂടായി വന്ന എണ്ണയിലേക്ക്, ഒരുപാട് ചൂടങ്ങാകണ്ട, അപ്പം ഉള്ളൊന്നും വേഗത്തില്ല, പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് വറുക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങളുടെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1 മിനിറ്റ് സമയമൊക്കെ തന്നെ ധാരാളമായിട്ട് മതിയാകും. നിങ്ങളുടെ പാൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് 2-3 ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും ചെറുതാക്കിയാണ് പിന്നീട് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3-4 ഒക്കെ വെച്ചിട്ടാണ് വളരെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ പരത്തുന്ന സമയത്ത് മാവിൻ്റെ അളവ് വളരെ കുറച്ച് വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പെർഫെക്ഷനിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അല്ലാന്ന് വരികിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഈ ഒരു കളറും ആയിരിക്കത്തില്ല, ഒരു പുകഞ്ഞിട്ട് എണ്ണ തന്നെ വല്ലാണ്ടായിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല നല്ല ബ്രെഡിൻ്റെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു, നമ്മൾ ഈ ബ്രെഡ് പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒമാനിലൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ ബ്രെഡ് പൂരി. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ബട്ടൂരയും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. ഞാൻ ഇവിടെ ബട്ടർ ചിക്കൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു മസാല കറിയായിട്ടോ ചിക്കൻ മുളക് കറിയായിട്ടോ ഒക്കെ ട്രൈ ആക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ.
അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു നല്ല വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.